സോഹൻഡോയെ പരിചയപ്പെട്ട കാലം തൊട്ട് എനിക്ക് മനസ്സിലായൊരു കാര്യം, അദ്ദേഹം ഒരു മറൈൻ എഞ്ചിനീയർ മാത്രമല്ല, ഒരു ബിസിനസ്സുകാരൻ മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹം ഒരു കലാകാരനാണ്. കാരണം മറൈൻ എഞ്ചിനീയർ ആകാനോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനോ വേണ്ടിയിട്ടൊക്കെ ഒരു ജന്മസിദ്ധമായ കഴിവാണ്. പക്ഷേ ഒരു കലാകാരൻ എന്ന് പറയുന്നത് ജന്മസിദ്ധമായ ലഭിക്കുന്ന ഒരു കഴിവാണ്. അത് ധാരാളമായി അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് എനിക്ക് ബോധ്യമായി അദ്ദേഹം എഴുതുന്ന ചില കവിതകൾ വായിക്കുമ്പോഴാണ്. പലപ്പോഴും എനിക്ക് അയച്ചു തരാറുണ്ട്, അല്ലെങ്കിൽ മറ്റു പല സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട്. വളരെ കാലികമായ വിഷയങ്ങളെക്കുറിച്ച് അതിമനോഹരമായിട്ട് എഴുതുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം അത് ആ ഒരു കഴിവ് ഉള്ള ആൾക്ക് ഒരിക്കലും ഏത് ബിസിനസ്സിൽ പോയാലും ഏത് തൊഴിലിൽ പോയാലും തിരിച്ചിങ്ങോട്ടേക്ക് മടങ്ങി വരാതിരിക്കാൻ കഴിയുകയില്ല. ഇതിനു മുമ്പ് അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്തു. പക്ഷേ മലയാളത്തിലുള്ള ഏറ്റവും വലിയ ഒരു ബഡ്ജറ്റുള്ള ഒരു സിനിമയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഇതിനു മുമ്പും സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സിനിമ എന്ന് പറയുന്ന ഒരു പാഷനുള്ളിൽ ദീർഘകാലമായിട്ട് കൊണ്ട് നടക്കുന്നവരാണ്. കമലിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്ത കഥകളൊക്കെ കമൽ പറഞ്ഞിട്ടുണ്ട്, കമലിനോട് അസിസ്റ്റ് ചെയ്യാൻ പോയ കഥകളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്നും ഉള്ളിൽ ഒരു പാഷനെ കൊണ്ട് നടക്കുന്ന, അത് കെട്ടുപോകാതെ ജ്വലിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു നേരത്തെ സൂചിപ്പിച്ച പോലെ പുതിയ ആൾക്കാരെ സിനിമയിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ ആഗ്രഹങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു മനസ്സുണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ്റെ ബാനറുകൾ അവർക്ക് വേണ്ടിയിട്ട് സിനിമ ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കും എന്നുള്ളതും വലിയ കാര്യമാണ്. ഈ ഒരു സിനിമ ഇന്ന് നമ്മൾ കണ്ട വിഷ്വൽസ്, പാട്ടുകൾ എല്ലാം തന്നെ പക്ഷേ ഒരു വലിയ വിജയം അറിയിക്കുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി ഉള്ള ഒരു ഒരുക്കം പുറകിൽ നടക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററുകളിലേക്ക്, പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ അതിനറിയിക്കുന്ന വിജയം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഏരിയസ് ഗ്രൂപ്പിന്റെ ഒരു ഹോളിൽ നിൽക്കുമ്പോൾ, ഒരു വേദിയിൽ നിൽക്കുമ്പോൾ തീർച്ചയായും എനിക്കതൊരു പൊതു പരിപാടിയല്ല. ഞാൻ ഏരിയസ് ഗ്രൂപ്പിന്റെ ഒരു കുടുംബാംഗമാണ്. എൻ്റെ ഒരു ഫാമിലി ഫംഗ്ഷൻ നിൽക്കുന്ന പോലെയാണ്. കുറെ കാലം, ഒരുപാട് കാലം ഞാൻ ഈ കുടുംബത്തിലൊരു അംഗമായിരുന്നു. ഞാനും എൻ്റെ ഒരു സുഹൃത്ത് ടി ഡി ആൻഡ്രൂസും കൂടെ പ്രൊഡ്യൂസ് ചെയ്ത, ഞാൻ സംവിധാനം ചെയ്ത, പ്രിയങ്ക അഭിനയിച്ച ജലം എന്നൊരു സിനിമ പൂർത്തീകരിക്കാനും അത് തിയേറ്ററിൽ എത്തിക്കാനും ആളുകളിലേക്ക് എത്തിക്കാനും ഒക്കെ ഒരുപാട് ശ്രമിച്ച, ഒരുപാട് അതിനുവേണ്ടി കഷ്ടപ്പെട്ട, ഒരുപാട് ഞങ്ങളോട് സപ്പോർട്ട് ചെയ്ത ശ്രീ സോമൻ സാറിനോട് ഈ അവസരത്തിൽ എൻ്റെ സ്നേഹവും നന്ദിയും പ്രകടിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എനിക്ക് നൽകിയ അവസരം പോലെ തന്നെ ഒരുപാട് മികച്ച കലാകാരന്മാർക്ക് ഏരിയസ് ഗ്രൂപ്പ് അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മികച്ച കലാഹൃദയമുള്ള ഒരാൾക്ക് മാത്രമേ ഇത്തരം കലാകാരന്മാരെ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും കഴിയുകയുള്ളൂ എന്ന് തന്നെയാണ് സത്യം. അത് സംസാറിന്റെ മനസ്സിലെ കലാഹൃദയം കൊണ്ട് മാത്രമാണ് ഇത്തരം കലാകാരന്മാരെ കണ്ടെടുക്കാനും അവരെ ഉയർത്തിക്കൊണ്ടുവരാനും സാധിക്കുന്നത്. ഇവിടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന, ഏരിയസ് ഗ്രൂപ്പിന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരുപാട് കലാകാരന്മാരെ എനിക്കറിയാം. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഓരോ സിനിമയുടെ ഓരോ രംഗത്തും, അത് ടെക്നിക്കലായാലും അഭിനയ രംഗത്തായാലും ഓരോരുത്തരും അവരുടേതായ കോൺട്രിബ്യൂഷൻ നൽകാറുണ്ട്. അത്തരം കലാകാരന്മാരെ കണ്ടുപിടിച്ച് അവരെ സ്വന്തം ടീമിലേക്ക് കൊണ്ടുവരുന്നതിൽ സോഹൻ സാർ കാണിക്കുന്ന ഒരു താല്പര്യം ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും ഒന്നുകിൽ മികച്ച കലാകാരന്മാർ സാറിനെ തേടി ഇങ്ങോട്ട് വരുന്നു, അല്ലെങ്കിൽ സാറിന്റെ അടുത്തെത്തുന്ന ഓരോരുത്തരും കലാകാരന്മാരായി മാറുന്നു എന്നാണ് എനിക്ക് തോന്നിയ ഒരു അനുഭവം എന്ന് പറയുന്നത്. കാരണം ഇതുപോലെ തന്നെ ഇനിയും ഒരുപാട് മികച്ച സിനിമകൾ ഏരിയസ് ഗ്രൂപ്പിൽ നിന്നുണ്ടാവട്ടെ. അതിനുള്ള അവസരങ്ങൾ നൽകാൻ സാറിനും സാറിന്റെ കുടുംബത്തിനും സാധിക്കട്ടെ, ഏരിയസ് ഗ്രൂപ്പിനും സാധിക്കട്ടെ. ഒരുപാട് മികച്ച സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ഏരിയസ് ഗ്രൂപ്പുമായിട്ട് അല്ലെങ്കിൽ സോഹൻ സാറുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് ഡാം 999 ആണ്. ഡാം 999 വേണ്ടിയിട്ടാണ് എന്നെ ആദ്യമായിട്ട് ഏരിയസ് ഗ്രൂപ്പിൽ നിന്ന് എനിക്കൊരു കോൾ വരുന്നത്. അന്ന് തുടങ്ങിയ സിനിമയുടെ ഭാഗമായിരുന്നില്ല, ഭാഗമാവാൻ പറ്റിയില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ജലത്തിന്റെ ഭാഗമായി, അത് പ്രതീക്ഷിക്കാതെ പപ്പേട്ടൻ പറഞ്ഞതുപോലെ അവസാനം അത് ഏരിയസിലേക്ക് വരുന്നതാണ്. അന്ന് തുടങ്ങിയൊരു ബന്ധമാണ്, ശരിക്കും കുടുംബത്തിന്റെ ഭാഗമാണ്. അതിനുശേഷം പ്രൊഡ്യൂസ് ചെയ്ത, ബിജേട്ടൻ ഡയറക്ട് ചെയ്ത പടത്തിന്റെ പൂജയിലും പ്രിയങ്ക വരണം എന്ന് പറഞ്ഞ് അഭിനയിച്ച അന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയി. അതിനുശേഷം ഇപ്പോ ഈ പടം വരുമ്പോൾ ബിജേട്ടൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഞങ്ങളുടെ ഒരു പടമാണ്, പ്രിയങ്ക ഒന്ന് കഥ കേൾക്കണമെന്ന് പറഞ്ഞു. ഞാൻ ദുബായിലുണ്ടായിരുന്നു, സോഹൻ സാറിന്റെ വീട്ടിൽ പോയി. സാർ എന്നെ ആ വീഡിയോ മുഴുവൻ, സാർ നേരത്തെ പറഞ്ഞ് അരുൺ ചെയ്തിരുന്ന ആ ഷോർട്ട് ഫിലിം എന്നെ കാണിച്ചു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു
ഒരു നല്ലൊരു ത്രെഡ് വളരെ കുറച്ച് സമയം കൊണ്ട് വളരെ മനോഹരമായിട്ട് ചെയ്തു വെച്ചു. അപ്പൊ എന്നോട് പറഞ്ഞൊരു ഒറ്റ കാര്യമാണ്, കുറച്ച് പുതിയ ചെറുപ്പക്കാരാണ്, അത് സിനിമയെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ. ഇതൊരു കുഞ്ഞു സിനിമയാണ്, പക്ഷെ അത് സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് ഇത്തരത്തിലുള്ള ഒരു സിനിമ പുറത്തുനിന്ന് ഒരുപാട് പേർക്ക് അത് സിനിമയിലേക്കുള്ള ഒരു വലിയ അവസരമായിരിക്കും, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ വാതിലായിരിക്കും തുറക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കഥ ഇഷ്ടമായിരുന്നു, കഥാപാത്രം ഇഷ്ടമായിരുന്നു. ഞാനും അതിന്റെ ഭാഗമായിട്ട്, ആ യാത്രയുടെ ഭാഗമായിട്ട് തുടങ്ങിയത് അവിടെ നിന്നാണ്. ഒരുപാട് സന്തോഷം. അതിന്റെ ഡയറക്ടറെ പറ്റി പറയണം. തീർച്ചയായിട്ടും അരുൺ സിനിമയുമായിട്ട് ബന്ധമുള്ള ഒരാളല്ല, അദ്ദേഹം ഒരു MRI ടെക്നീഷ്യൻ, ഖത്തറിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഒരു MRI ടെക്നീഷ്യനാണ്. അദ്ദേഹം നല്ലൊരു മ്യൂസീഷ്യനാണ്. നിങ്ങളെ പാട്ടുകളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൽ പെട്ടെന്ന് തന്നെ അരുൺ ഇങ്ങനെ പാട്ടുകളൊക്കെ ചെയ്യും, എല്ലാം ചെയ്യും കേട്ടോ, എഡിറ്റിംഗ് ചെയ്യും, എല്ലാം വളരെയധികം ഇൻട്രസ്റ്റോട് കൂടി ചെയ്യുന്ന ഒരാൾ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്രയും ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി. അപ്പൊ ആ ഒരു യാത്രയുടെ കൂടിയ ഒരാളാണ് ഞാൻ. അത് തീർത്തും വരുന്ന ഒരു കുഞ്ഞ് നല്ല സിനിമയാണ്, മനോഹരമായിട്ടുള്ളൊരു ത്രെഡാണ്. അപ്പോൾ ആ ഒരു പരിമിതിക്കുള്ളിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം ഒരു കൂട്ടമായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതിൽ വർക്ക് ചെയ്ത ഓരോരുത്തരും തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ വാതിലിന്റെ തുടക്കം. അനീഷ് എല്ലാവരും ഉണ്ട് ഇവിടെ. വിയാൻ, എനിക്ക് വിപിന്റെ അറിയുള്ളൂ കേട്ടോ, പിന്നീടാണത് വിയാനായത്. കാര്യം ജലം തൊട്ടുള്ളൊരു ബന്ധമാണ്. പിന്നെ എടുത്തു പറയേണ്ടത് പപ്പേട്ടാണ്. കുറെ നാളിന് ശേഷമാണ് കേട്ടോ പപ്പേട്ടനെ കാണുന്നത്. ഈ വേദി ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഇതുപോലെ IMA ഹാളിലാണെന്ന് തോന്നുന്നു നമ്മൾ ജലത്തിന്റെ ഒരു ഓഡിയോ റിലീസ് നടത്തിയതാണ്. എന്റെ കരിയറിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ ഞാൻ എപ്പോഴും ചേർത്ത് വെക്കുന്ന ഒരു കഥാപാത്രമാണ് ജലത്തിലെ സീതാലക്ഷ്മി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സിനിമ, അപ്പോൾ എനിക്ക് പപ്പേട്ടനാണെങ്കിലും സോഹൻ സാർ ആണെങ്കിലും ഒക്കെ എൻ്റെ കരിയറിന്റെ ഈ യാത്രയിൽ എനിക്കൊരിക്കലും ഞാനിങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ചേർന്ന് നിൽക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷം. സിവി സാർ, ഒരുപാട് സന്തോഷം. ഈ വേദിയിലേക്ക് അങ്ങയുടെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ വളരെ വലുതാണ്. എന്നിവിടെ നിൽക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. മീഡിയ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇത്തരത്തിൽ ഞങ്ങളുടെ ഇങ്ങനെ ഒരു പടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് തുടർന്നും നിങ്ങളുടെ എല്ലാ പേരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഈ ഒരു കുഞ്ഞു ചിത്രത്തിനെ വിജയിപ്പിക്കണം. അത് തീർച്ചയായിട്ടും ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സിനിമയോടുള്ള ഒരു ഭയങ്കര ഒരു അഭിനിവേശമാണ്. അത്തരത്തിലുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നമസ്കാരം.